Valuing and encouraging diversity. All classrooms are diverse because all children are unique. നമുക്കറിയാം ക്ലാസ് റൂം എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആണ്. കാരണം ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അവർ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. അങ്ങനെ അവർ റിലീജിയൻ എടുത്ത് നോക്കുകയാണെങ്കിലും എന്തൊരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാത്തിലും നമുക്ക് വ്യത്യസ്തത കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ക്ലാസ് റൂം എന്ന് ഡൈവേഴ്സ് ആണെന്ന് പറയുന്നത്. ഡൈവേഴ്സ് ക്ലാസ് റൂം ക്യാൻ ഹാവ് പോസിറ്റീവ് ബെനിഫിറ്റ്സ് ഫോർ ഓൾ ലേണേഴ്സ്. ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂം എപ്പോഴും കുട്ടികൾക്ക് പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ്സ് ആയിരിക്കും നൽകുന്നത്. ചിൽഡ്രൻ ഹാവ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. കുട്ടികൾക്ക് അതിലൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സൊക്കെ വ്യത്യസ്തമായ രീതിയിൽ കിട്ടുന്നുണ്ട്. ഓൾ ചിൽഡ്രൻ ക്യാൻ കോൺട്രിബ്യൂട്ട് ആൻഡ് ബ്രിങ് സം ഇൻഗ്രീഡിയൻസ് ടു ദ ലേണിംഗ് സൂപ്പ്. നമുക്കറിയാം, ഒരു സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ലേണിങ്ങിനെ നമ്മളൊരു സൂപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. The teacher serves as a facilitator who provides the right environment and opportunities for all children to learn actively. ഇവിടെ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ ആണ്. ടീച്ചർ കുട്ടികൾക്ക് വേണ്ട ശരിയായ രീതിയിലുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ചിൽഡ്രൻ നീഡ് ടു ലേൺ ദാറ്റ് ഡൈവേഴ്സിറ്റി ഈസ് എ ഗിഫ്റ്റ്, നോട്ട് എ ലയബിലിറ്റി. കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്, അല്ലാതെ അതൊരിക്കലും ഒരു ലയബിലിറ്റി അല്ല എന്നാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഡൈവേഴ്സിറ്റി എൻകറേജ് ചെയ്യാനായിട്ട് ഒരു ആക്ടിവിറ്റി ഇവിടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒരു ആക്ഷൻ ആക്ടിവിറ്റിയാണ്, അതായത് ഗിഫ്റ്റ് ഗിവിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. Teacher can use it when they meet their students at the start of a school year. അതായത് ടീച്ചർക്ക് ഈ ആക്ടിവിറ്റി നമ്മൾ സ്കൂൾ തുടങ്ങുന്ന ആ ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു അക്കാദമിക് ഇയർ തുടങ്ങുന്ന ആ ഫസ്റ്റ് ഡേ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണിത്. For this activity, participants work in pairs. They should ask each other open-ended questions to find out what special qualities each person has that would benefit the group. The final statement should be written on a small gift card and state something. അതായത് ഈ ആക്ടിവിറ്റിയിൽ ടീച്ചർ കുട്ടികളെ പെയറാക്കി മാറ്റുക. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതായത് എന്തെങ്കിലും സ്പെഷ്യൽ ക്വാളിറ്റീസ്, ആ ഗ്രൂപ്പിന് മൊത്തം യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ക്വാളിറ്റീസ് ആ കുട്ടിക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ അവസാനം അവർ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് ഒരു ക്വാളിറ്റി എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത് അവർ ഒരു ചെറിയൊരു ഗിഫ്റ്റ് കാർഡിൽ എഴുതണം. എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈ ഫ്രണ്ട് നെയിം ഈസ്, അപ്പോൾ എന്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് എന്ന് എഴുതാം. ആൻഡ് ഹീ ബ്രിങ്സ് ദ ഗിഫ്റ്റ് ഓഫ് പേഷ്യൻസ്. പിന്നെ അവർക്കുള്ള ക്വാളിറ്റി, ഇന്ന ക്വാളിറ്റിയാണ് അവർക്കുള്ളത്, അതിനുള്ള ഗിഫ്റ്റാണ് ഇതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ കുട്ടിയും ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളിലുമുള്ള സ്പെഷ്യൽ ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈച്ച് പെയർ ഓഫ് പാർട്ടിസിപ്പൻസ് പ്രസൻറ്റിങ് ഈച്ച് അതർ സ്കിൽസ് ടു ദി എൻറ്റയർ ഗ്രൂപ്പ്. ഇത് എഴുതി ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ആ എൻറ്റയർ ഗ്രൂപ്പ് ഉണ്ടാവില്ല, അതായത് നമ്മുടെ ക്ലാസ് റൂം, ആ ക്ലാസ് റൂമിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്കിൽസിനെ കുറിച്ചിട്ട് ഒരു ഇത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് കുട്ടികളുടെ എല്ലാവരുടെയും സ്കിൽസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് പറയുന്ന ഒരു ആക്ടിവിറ്റി. ഇനി നമുക്ക് ടീച്ചേഴ്സിന് എന്തൊക്കെ റോളാണ് ഉള്ളതെന്ന് നോക്കാം. ടേക്ക് ടൈം ടു ലേൺ അബൌട്ട് സ്റ്റുഡൻസ് ബാക്ക്ഗ്രൗണ്ട്, ഇൻട്രസ്റ്റ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽസ്. കുട്ടികളെ നന്നായി ടീച്ചേഴ്സ് മനസ്സിലാക്കണം.
അതിന് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. സമയം എടുത്തുകൊണ്ട് തന്നെ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടും ഇൻട്രസ്റ്റും ലേണിംഗ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കുക. അലോ ടൈം ഫോർ ദ സ്റ്റുഡൻസ് ടു ലേൺ അബൌട്ട് ഈച്ച് അതർ. അതുപോലെ തന്നെ കുട്ടികൾക്ക് പരസ്പരം മനസ്സിലാക്കാനും ഉള്ള സമയം കൊടുക്കുക. ബ്രിങ് ഇൻ ഡിഫറെൻറ്റ് പീപ്പിൾ ടു ദി ക്ലാസ് ആർ റിസോഴ്സസ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരിക. പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെ റിസോഴ്സ് പേഴ്സണായിട്ട് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാം. നെവർ ടോളറേറ്റ് ബുള്ളിയിങ്, ടീസിങ് ആൻഡ് അതർ പുട്ട് ഡൗൺ ബിഹേവിയർ അറ്റ് എനി ടൈം ഇൻ ദി ക്ലാസ് റൂം. അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ കുട്ടികൾ പരസ്പരം പല രീതിയിലുള്ള കളിയാക്കലുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ക്ലാസ് റൂമിൽ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ടീച്ചർ ഷുഡ് പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് ആൻ എൻവയോൺമെൻറ്റ് ദാറ്റ് ഈസ് കൺഡ്യൂസീവ് ടു ലേണിംഗ്. അതുപോലെ തന്നെ ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് ടീച്ചർ ഒരുക്കി കൊടുക്കണം. ടീച്ച് സ്റ്റുഡൻസ് ദാറ്റ് എവരി വൺ ഹാസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അതേപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ടെന്ന് ടീച്ചർ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡൈവേഴ്സിറ്റി എൻകറേജ് ചെയ്യാനുള്ള ടീച്ചേഴ്സിൻ്റെ റോളെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ആയിട്ടുള്ള തിങ്കിങ്ങും ലേണിങ്ങും സ്ട്രാറ്റജീസ് നമ്മൾ ഇവിടെ കൊണ്ടുവരണം. ചിൽഡ്രൻ ലേൺ ഇൻ മെനി ഡിഫറെൻറ്റ് വേയ്സ് ആൻഡ് അറ്റ് മെനി ഡിഫറെൻറ്റ് ലെവൽസ്, ദാറ്റ് ഈസ് ദർ ഈസ് ഡൈവേഴ്സിറ്റി ഇൻ ലേണിംഗ്. നമുക്കറിയാം ഓരോ കുട്ടികളും പഠിക്കുന്നത് വ്യത്യസ്ത രീതിയിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ വ്യത്യസ്തമായ ലെവലിലായിരിക്കും പഠിക്കുക. ഒരു കുട്ടി ഇപ്പോൾ നല്ല ഹൈ ലെവലിലായിരിക്കും പഠിക്കുന്നതെങ്കിൽ അടുത്ത കുട്ടി ചിലപ്പോൾ സ്ലോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ കുട്ടികളും പഠിക്കുന്ന രീതിയും വ്യത്യാസം ഉണ്ടായിരിക്കും, പഠിക്കുന്ന ലെവലും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ലേണിങ്ങിൽ ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. കോൺസിക്വൻ്റ്ലി വി ആസ് ടീച്ചേഴ്സ് നീഡ് ടു ഡിവൈസ് ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ലേണിംഗ് using different teaching methods. The range of teaching and learning activities in the classroom runs from memorization and repetition all the way to solving problem and thinking creatively. അതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സ് അവിടെ യൂസ് ചെയ്യണം. അവിടെ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്ന ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ മെമ്മറൈസേഷനും റിപ്പീറ്റേഷനും അങ്ങനെയാണ് അതിൻ്റെ ഒരു റേഞ്ച് പോകുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് മെമ്മറൈസേഷൻ ഉണ്ടായിരിക്കും, പിന്നെ അനാലിസിസ്, സിന്തസിസ്, പ്രോബ്ലം സോൾവിങ്. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത്. യൂസ് ബ്ലോക്സ്, മോഡൽസ് ആൻഡ് അതർ ഒബ്ജക്ട്സ് to teach mathematics, which taps into children's fine motor skills and their visual understanding. ഇപ്പോൾ നമ്മൾ മാത്തമെറ്റിക്സ് പഠിപ്പിക്കുകയാണെങ്കിൽ അവിടെ ബ്ലോക്സുകൾ, അതുപോലെ തന്നെ മോഡൽസ്, അതുപോലെ എന്തെങ്കിലും ഒബ്ജക്ട്സുകളൊക്കെ വെച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളുടെ മോട്ടോർ സ്കിൽസും അതുപോലെ തന്നെ വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇൻവൈറ്റ് ചിൽഡ്രൻ ടു ടോക്ക് അബൌട്ട് ideas and process in mathematics, which links their verbal thinking to understanding mathematics. അതുപോലെ തന്നെ മാത്തമെറ്റിക്സിലുള്ള ഐഡിയാസും പ്രോസസ്സും ഒക്കെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കുട്ടികളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളുടെ വെർബൽ തിങ്കിങ്ങും അതുപോലെ തന്നെ അവരുടെ മാത്തമെറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. Ask children to draw pictures for the stories that we read to them, which connects their visual thinking to the words and events in the story. നമ്മൾ കുട്ടികൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവരോട് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പിക്ചർ എന്തെങ്കിലും വരയ്ക്കാൻ പറയാം. അങ്ങനെ അവർ വരയ്ക്കുമ്പോൾ അവരുടെ വിഷ്വൽ തിങ്കിങ്ങും ആ സ്റ്റോറിയിലെ വേർഡ്സും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. Guide children in making maps of the area around the school, which links their experience of movement in space to visual and mathematical concepts. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റുള്ള ഒരു മാപ്പ് കുട്ടികളോട് വരയ്ക്കാൻ പറയാം. അതിനുള്ള ഗൈഡൻസ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർക്ക്
ഉണ്ടാവുന്ന ആ മൂവ്മെൻറ്റുമായിട്ടുള്ള എക്സ്പീരിയൻസും പിന്നെ അതേപോലെ തന്നെ അവരുടെ വിഷ്വലും മാത്തമെറ്റിക്കൽ കൺസെപ്റ്റ്സൊക്കെ നമുക്ക് അവിടെ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. വേറൊരു ആക്ടിവിറ്റിയാണ് ഒബ്സർവിങ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ 3 രീതിയിലാണ് അവിടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ നമുക്ക് നോക്കാം. റൈറ്റ് ഡൗൺ ദ ചിൽഡ്രൻ ഇൻ യുവർ ക്ലാസ് ഹു ഹാവ് ക്ലിയർ സ്ട്രെങ്ത് ഇൻ certain subjects such as mathematics, writing, discussion skills, etc. അതായത് നമ്മുടെ ക്ലാസ് റൂമിലുള്ള കുട്ടികളുടെ ചില സബ്ജക്ട്സിലുള്ള സ്ട്രെങ്ത് മനസ്സിലാക്കുക, എന്നിട്ട് അവരുടെ പേര് നമ്മൾ നോട്ട് ചെയ്യാം. ഉദാഹരണത്തിന് മാത്തമെറ്റിക്സ്, അതുപോലെ തന്നെ റൈറ്റിംഗ്, ഡിസ്കഷൻ സ്കിൽസ്, ഇങ്ങനെ കഴിവുകളുള്ള കുട്ടികളുടെ പേര് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കാം. Write down the children who have other talents that may be indirectly related to classroom learning. അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് റൂം ലേണിങ്ങിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ടാലൻസ് ഉള്ള കുട്ടികളുണ്ടോ എന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് അവരുടെ പേര് എഴുതി വയ്ക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നന്നായി മോഡൽ ഉണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ സ്പോർട്സും ഗെയിംസൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നല്ല സോഷ്യൽ സ്കിൽസ് ഉള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നോട്ട് ചെയ്തിട്ട് അവരെ പേര് എഴുതി വയ്ക്കാം. Now draw a circle on the page to represent the rest of the children in the classroom that you haven't linked to special skills or talents. എന്നിട്ട് നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിലൊരു സർക്കിൾ വരയ്ക്കാം. ആ സർക്കിളിൽ നമ്മൾ ഇപ്പം നമ്മൾ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിയ കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ മാത്സിലുള്ള സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റിൽ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിയ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും മേഖലകളിൽ ടാലൻസ് ഉള്ള കുട്ടികളെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിലൊന്നിലും പെടാത്ത കുട്ടികളുണ്ടാവും ക്ലാസ് റൂമിൽ. അവരുടെ പേരാണ് അവിടെ എഴുതി വെക്കേണ്ടത്. അതിനുശേഷം ഇൻ ദ നെക്സ്റ്റ് വീക്ക് ഒബ്സർവ് ദീസ് ചിൽഡ്രൻ മോർ ക്ലോസ്ലി. ഒരു സ്കില്ലും ഇല്ലാത്ത കുട്ടികൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, അവരെ നമ്മൾ നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് നന്നായി ഒബ്സർവ് ചെയ്യുക. ഇഫ് യു നോട്ടീസ് ദാറ്റ് വൺ ഓഫ് ദം ലൈക്ക് സർട്ടൻ ആക്ടിവിറ്റി, റൈറ്റ് ഇറ്റ് ഡൗൺ. ഈ പറഞ്ഞ കുട്ടികൾക്ക് വേറെ ഏതെങ്കിലും ആക്ടിവിറ്റികളാണോ ഇഷ്ടമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവരുടെ പേര് നമ്മളവിടെ എഴുതി വയ്ക്കാം. അതിനുശേഷം ഹൗ ഡസ് ദിസ് ആക്ടിവിറ്റി ഓർ ഹൗ ദ ചൈൽഡ് പെർഫോംസ് ഇറ്റ് റിഫ്ലക്റ്റ് ഹിസ് ഓർ ഹെർ വേസ് ഓഫ് ലേണിംഗ്, ഹൗ ക്യാൻ ദീസ് വേസ് ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു യുവർ ലെസൺ. നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയാണ് അവർക്ക് ഇഷ്ടമുള്ളതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ ഈ ആക്ടിവിറ്റി നമുക്ക് നമ്മുടെ ലേണിങ്ങിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. In observing and dealing with the diversity, we need to identify what provisions we can make, that is the positive ways of helping children to learn, especially those with learning difficulties. We should not focus on what we have to give up, concessions such as our time, but on the learning benefits for our children. നമ്മൾ ഈ ഒബ്സർവ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ പ്രൊവിഷൻസാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന്. അതായത് പോസിറ്റീവായിട്ട് കുട്ടികളെ ലേണിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെ പ്രൊവിഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും, പ്രധാനമായിട്ടും ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്ക്. അത് നമ്മൾ ആദ്യം ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ആദ്യം കുട്ടികളുടെ സ്ട്രെങ്ത് ഉള്ളവരുടെ പേര് നമുക്ക് മനസ്സിലാക്കി, അതിനുശേഷം വേറെ എന്തെങ്കിലും ടാലൻ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഇതിലൊന്നും പെടാത്ത കുട്ടികളെ നമ്മൾ വേറൊരു കാറ്റഗറി ആക്കിയിട്ട് അവർ നമ്മൾ നന്നായി ഒബ്സർവ് ചെയ്യും. അതിന് ശേഷം അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ലേണിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ എല്ലാ കുട്ടികളിലെയും പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. വി ഷുഡ് നോട്ട് ഫോക്കസ് ഓൺ വാട്ട് വി ഹാവ് ടു ഗിവ് അപ്പ് സച്ച് ആസ് അവർ ടൈം, ബട്ട് ഓൺ ദ ലേണിംഗ് ബെനിഫിറ്റ്സ് ഫോർ അവർ ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലവാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ സമയം പാഴാക്കിയെന്ന് നമ്മൾ ചിന്തിക്കാതെ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടായോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. In other words, we need to establish a relationship where both children are able to contribute to each other's learning. അല്ലെങ്കിൽ നമ്മൾ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ രണ്ട് കാറ്റഗറിയിൽ പെട്ട കുട്ടികൾക്കും ലേണിങ്ങിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ചില കുട്ടികൾ കരിക്കുലറായിട്ടുള്ള ആക്ടിവിറ്റീസിലാവും ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്, ചില കുട്ടികളെ
കോ കരിക്കുലറാവും ഉണ്ടാവുക. അപ്പോൾ 2 തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും 2 കാറ്റഗറി കുട്ടികൾക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും.